ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലേണിംഗ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏഴാമത്തെ ചാപ്റ്റർ, അതായത് 17ാമത്തെ ചാപ്റ്ററായ ഫിസിക്സ് +2 ഫിസിക്സിന്റെ 7ാമത്തെ ചാപ്റ്റർ, സിലബസിന്റെ 17ാമത്തെ ചാപ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്നുള്ള ഒരു ചാപ്റ്ററിന്റെ MCQ മാരത്തോണിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. The wavelength of incident photons for a photoelectric emission process is increased, then the photoelectric current will. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസിഡന്റ് ഫോട്ടോൺസിന്റെ ആ വേവ് ലെങ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ആ ഒരു ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പ്രോസസ്സിൽ നമ്മൾ ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻസിഡന്റ് ആയിട്ട് വീഴുന്ന ആ ഒരു ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് ദി ഫോട്ടോ ഇലക്ട്രിക് കറന്റ്? ഫോട്ടോ ഇലക്ട്രിക് കറന്റ് എന്താകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കൂ. ഇൻക്രീസ്, ഡിക്രീസ്, റിമൈൻസ് സെയിം, മോർ ദാൻ വൺ ഓഫ് ദി എബോവ് ആണ് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. റിമൈൻസ് സെയിം ആണ്. ഓക്കെ, അതായത് ഈ ഒരു വേവ് ലെങ്ത്തും ഒരു ഇൻസിഡന്റ് ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത്തും അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും എമിറ്റ് ആകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറന്റ് തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻസ് ഒന്നുമില്ല. സോ ദ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് റിമൈൻസ് സെയിം ആണ്. ഓക്കെ, നോക്കൂ, ഫോട്ടോ കറന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺസ്. അതിൽ വീഴുന്ന അല്ലെങ്കിൽ അതിൽ വന്ന് ഫോളോ ചെയ്യുന്ന ആ ഫോട്ടോൺസിന്റെ ഇന്റൻസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന് ഇൻഡിപെൻഡന്റും അതിന്റെ ഇന്റൻസിറ്റിക്കാണ് ഡിപ്പെൻഡ് ആവുന്നത്. സോ അപ്പോൾ ഫോട്ടോ കറന്റിൽ നമുക്ക് ഇന്റൻസിറ്റി ചേഞ്ച് ആക്കിയാലും പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും തന്നെ വരാൻ പോകുന്നില്ല. ഇന്റൻസിറ്റി അല്ല, വേവ് ലെങ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. Retarding potential or stopping potential for a fast moving photoelectron is independent of. റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ അതല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഒരു ഫാസ്റ്റ് മൂവിംഗ് ഫോട്ടോ ഇലക്ട്രോണിന്റെ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ അതല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിന് ഇൻഡിപെൻഡന്റ് ആണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ. അതിൽ വന്ന് ഫോളോ ചെയ്യുന്ന ഇൻസിഡന്റ് ഫോട്ടോൺസിന്റെ ഇന്റൻസിറ്റിക്ക് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ this can be seen from the equation. The stopping potential of a photoelectron, stopping potential ന്റെ equation എന്താ വരുന്നത്? Ke max, kinetic energy of maximum is equal to eV0, it's equal to h nu, that is hc by lambda ആണ്. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, v എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ലാംഡ പറയുന്നത് വേവ് ലെങ്ത്, c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. E is the charge of an electron and V0 is the stopping potential ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു V0 എന്ന് പറയുന്നതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് അല്ലെ. ഫ്രീക്വൻസിനെയും വേവ് ലെങ്ത്തിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയോ ഫോട്ടോൺ. ഓക്കെ, for a photosensitive surface the work function is 3.3 into 10 to the power minus 19 joule. Find the threshold frequency, take Planck's constant നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ മിനിമം ഫ്രീക്വൻസി ഫോർ എൻ ഇലക്ട്രോൺ ടു ഇജക്ട് ഫ്രം ദ സർഫേസ് ഓഫ് ദ മെറ്റൽ അല്ലെ. ആ ഒരു മെറ്റൽ സർഫേസിൽ നിന്നും ഇലക്ട്രോൺ ഇജക്ട് ആയി വരേണ്ടതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു മിനിമം ഫ്രീക്വൻസി ആണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 5 into 10 to the power 14 ഹെർട്സ് ആണ് നമുക്ക് വരുന്ന ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 5 തന്നിട്ടുണ്ട് അല്ലെ. 3.3 into 10 to the power minus 19 ജൂളും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. സോ ദ വർക്ക് ഫംഗ്ഷൻ V0 is equal to psi into psi by h ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.5 into 10 to the power 15 that is equal to 5 ഹെർട്സ്, അതായത് 5 into 10 to the power 14 ഹെർട്സ് ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, the Einstein's photoelectric equation h nu is equal to 5 plus k, where k എന്ന് പറയുന്നത് എന്താണ്? it is the k represents, k എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. h എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ ലൈറ്റ്, ലാംഡ is the wavelength and phi is the work function ആണ്. ഓക്കെ, w വർക്ക് ഫംഗ്ഷൻ ആണ്, വർക്ക് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള k എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസുകളുടെ മാക്സിമം കൈനറ്റിക് എനർജിയാണ് ഈ ഒരു ഇക്വേഷനിലെ k എന്നൊരു ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് h nu is equal to 5 plus k ആണ്. അക്കോർഡിംഗ് ടു ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ E is equal to psi plus ke max. ke max എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി മാക്സിമം ആണ്. സോ E is equal to h nu ആണ്. അപ്പോൾ h nu is equal to psi plus ke max. അപ്പോൾ നമുക്ക് ഓൺ കമ്പയറിംഗ് ഇക്വേഷൻസ് k എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി മാക്സിമം ആണ് വരുന്നത്. ഓക്കെ, the stopping potential for an photoelectric emission process is 10 volt. Find the maximum kinetic energy of the electrons ejected in the process. അപ്പോൾ ഒരു ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 നമുക്ക് തന്നിട്ടുണ്ട്. V0 അല്ലെങ്കിൽ VS നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് 10 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. മാക്സിമം കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1.6 into 10 to the power minus 18 ജൂൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ നോക്കൂ. stopping potential തന്നിട്ടുണ്ട്. So the relation between the kinetic energy and the stopping potential KE max is equal to EVS എന്നാണ്, അല്ലെങ്കിൽ EV0 എന്ന് കൊടുക്കാം. E എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിന്റെ ആ ഒരു ചാർജ് ആണ്. So 1.6 into 10 to the power minus 19 into stopping potential 10 ആണ്. Into 10 is equal to എത്ര വരുന്നത്? 1.6 into 10 to the power minus 18 ജൂൾ ആണ് നമുക്ക് വരുന്ന maximum kinetic energy എന്ന് പറയുന്നത്. The work function of a metal surface is 6.2 electron volt. Find the threshold wavelength of the metal. Planck's constant നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് HC എന്ന് പറഞ്ഞാൽ Planck's constant into speed of the wave light. ആ C 3 into 10 to the power 8 meter per seconds ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന മെറ്റൽ സർഫേസിന്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 200 നാനോമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് HC തന്നിട്ടുണ്ട്, വർക്ക് ഫംഗ്ഷനും തന്നിട്ടുണ്ട്. സോ ദ വർക്ക് ഫംഗ്ഷൻ phi is equal to എന്താ വരുന്നത്? HC by lambda TH ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ത്രെഷോൾഡ് വേവ് ലെങ്ത്. Okay, that is equal to എന്ത് വരും? HC by 5. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യോ. 1240 divided by 6.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 200 നാനോമീറ്റർ ആണ്. When the light source is kept 20 cm away from the photocell, stopping potential 0.6 volt is obtained. When the source is kept 40 cm away, what is the stopping potential? അല്ലേ, അതായത് ഒരു ഫോട്ടോ സെൽ, ഒരു സോഴ്സ്, ലൈറ്റ് സോഴ്സിനെ 20 സെന്റിമീറ്ററിൽ നിന്ന് ഫോട്ടോ സെല്ലിൽ നിന്നും ഡിസ്റ്റൻസിലേക്കാണ് നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0.6 വോൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ആ ഒരു സെല്ലിനെ നമ്മൾ 40 സെന്റിമീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി തന്നെയാണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് 0.6 വോൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? when the distance of the source is increased, the intensity of light falling on the process അല്ലെങ്കിൽ ഫോട്ടോ സെൽ റെഡ്യൂസ്ഡ് ആകും. അല്ലെ, ആ സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ആ സോഴ്സിന്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഇന്റൻസിറ്റി റെഡ്യൂസ് ആകും. സോ ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് വിൽ ബി സെയിം ആസ് ബിഫോർ. അതായത് കൈനറ്റിക് എനർജി എന്താണോ നമുക്ക് അത് സെയിം തന്നെയായിട്ടായിരിക്കുന്നത്. അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? K max equal to EV ആണ്, അല്ലെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ പറയുന്ന കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഇല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് സെയിം തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് 0.6 വോൾട്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ഇലക്ട്രോൺസ് ഫ്രം മൂവിംഗ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. പ്ലേറ്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ മിനിമം വോൾട്ടേജ്, അതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് ആ ഒരു കൈനറ്റിക് എനർജി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ എന്താ വരുന്നത്? K is equal to E into V എന്നാണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ V is equal to K by E എന്ന് കൊടുക്കാം നമുക്ക്. If the intensity and frequency of incident light is doubled, then ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും നമ്മളൊരു ഇൻസിഡന്റ് ലൈറ്റിന്റെ ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നോക്കൂ. ഫോട്ടോ ഇലക്ട്രിക് കറന്റ് വിൽ ബി ഡബിൾ, ദ കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോൺസ് വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് വിൽ ബി 2 times. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും, ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും, അല്ലെ. അതേപോലെ തന്നെ ഫ്രീക്വൻസി ഡബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ദ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് നമുക്ക് 2 times ആയിട്ട് ഇൻക്രീസ് ആകും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. When the light falls on a metal surface, the maximum kinetic energy of the emitted photoelectron depends upon. ഒരു മെറ്റൽ സർഫേസിൽ ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാക്സിമം കൈനറ്റിക് എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റിനെയാണ് ആ ഒരു മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോൺ ഡിപ്പെൻഡ് ചെയ്യുന്നത്. A photon of energy 12.8 into 10 to the power minus 19 is incident on a metal surface. Threshold frequency 1.6 into 10 to the power 15 hertz. Then the maximum kinetic energy of the photoelectrons. Okay, നമുക്ക് ഫോട്ടോൺ എനർജി തന്നിട്ടുണ്ട്, ത്രെഷോൾഡ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സോ വാട്ട് അബൌട്ട് ദി മാക്സിമം കൈനറ്റിക് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 2.24 into 10 to the power minus 19 ജൂൾ ആണ് വരുന്നത്. അപ്പോൾ നോക്കൂ, HV that is equal to നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. Then V0 നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ. HV ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഐൻസ്റ്റൈൻ ഇക്വേഷൻ Ke max is equal to HV minus HV0 ആണ് വരുന്നത്. സോ Ke max is equal to ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടുന്നത്? 2.24 into 10 to the power minus 19 ആണ് വരുന്നത്. അതായത് 12.8 into 10 to the power minus 19 മൈനസ് V0, H into V0, that H നമുക്കറിയാം, V0 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്
2.24 into 10 to the power minus 19 joule ആണ് കിട്ടുന്നത്. Find the energy required to remove electrons from a metal surface of a work function 2 electron volt and the maximum kinetic energy of the emitted electron is 1.2 electron volt ആണ്. എനർജി ആണ് നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യം വന്ന എനർജി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 3.2 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി. വർക്ക് ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. മാക്സിമം കൈനറ്റിക് എനർജി 1.2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഐൻസ്റ്റൈൻ ഇക്വേഷൻ അനുസരിച്ച് the energy required is equal to 5 plus Ke max, that is equal to 2 plus 1.2 which is equal to 3.2 electron volt ആണ് കിട്ടുന്നത്. If the frequency of a photon is v, then its momentum is equal to, ഒരു ഫോട്ടോണിന്റെ ഫ്രീക്വൻസി v ആണെങ്കിൽ momentum which is equal to എങ്ങനെയാണ് നമുക്ക് വരുന്നത്? It is option B ആണ്, hv by z ആണ് നമുക്ക് കിട്ടുന്നത്. Okay, h എന്ന് പറഞ്ഞാൽ Planck's constant, v എന്ന് പറയുന്നത് frequency and c is the speed of the light ആണ് വരുന്നത്. The ratio of the wavelength of the monochromatic light A to the monochromatic light B is 1:2. Then find the ratio of the momentum of the photon of light A to the photon of light B. Okay, ആ ഒരു മൊമെന്റത്തിന്റെ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വേവ്ലെങ്ത്തിന്റെ റേഷ്യോ നമുക്ക് 1:2 തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 2:1 ആണ് നമുക്ക് കിട്ടുന്നത്. നോക്കൂ, ആദ്യം നമുക്ക് ലാംഡ ഈസ് ടു ലാംഡ ബി ആണ് 1:2 തന്നിരിക്കുന്നത്. അതായത് ഇതിന്റെ റേഷ്യോ ഇടുന്നത് 1/2 ആണ് വരുന്നത്. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് h by lambda ആണ്. സോ h എന്ന് പറയുന്നത് Planck's constant, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തും ആണ്. ഇക്വേഷൻ 1 നമുക്ക് എടുത്തിരിക്കുകയാണ്, മൊമെന്റം ഓഫ് ദ മോണോക്രോമാറ്റിക് ലൈറ്റ് A എടുത്തിരിക്കുകയാണ് അല്ലേ. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? PA is equal to h by lambda A വരും. അതേപോലെ തന്നെ മോണോക്രോമാറ്റിക് ബിക്ക് എന്ത് വരും? PB is equal to h by lambda B ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ 3ഉം 4ഉം കമ്പയർ ചെയ്യുമ്പോൾ PA by PB is equal to എന്ത് വരും? h by lambda A into h lambda B by h വരും. അപ്പോൾ ഈ ഒരു h ഉം h ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഞാൻ അല്ലേ. സോ PA by PB is equal to lambda B by lambda A ആണ്. ലാംഡ എ ബൈ ലാംഡ ബി ആണ് 1/2. അപ്പോൾ ലാംഡ ബി ബൈ ലാംഡ എ എന്ന് പറയുമ്പോൾ 2/1 വരും. സോ ഇവർ തമ്മിലുള്ള മൊമെന്റത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ് വരുന്നത്. ഫോട്ടോൺസ് ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ, ഫോട്ടോൺസ് ഡിഫ്ലക്റ്റ് ആവുന്നത് എന്തുകൊണ്ട്? ഏതൊരു ഇത് വെച്ചിട്ടാണ്? ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ബോത്ത് 1 and 2, none of these. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അല്ലേ. നോക്കൂ, എ ഫോട്ടോൺ റിമൈൻ അൺഅഫക്റ്റഡ് ബൈ ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റേബിൾ പാർട്ടിക്കിൾ. നമ്മൾ ഫോട്ടോൺസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കിയിരുന്നു അല്ലെ. അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടോ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടോ ഫോട്ടോൺസിന് ഒരു ഡിഫ്ലക്ഷനും സംഭവിക്കില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Which of the following quantity remains conserved in a photon electron collision? ഒരു ഫോട്ടോൺ ഇലക്ട്രോൺ കൊളീഷനിൽ ഏത് ക്വാണ്ടിറ്റി ആണ് റിമൈൻസ് കൺസേർവ്ഡ് ആകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ടോട്ടൽ മൊമെന്റ്, നമ്പർ ഓഫ് ഫോട്ടോൺസ്. സോ നമുക്കറിയാം ഇറ്റ് ഈസ് എനർജി ആൻഡ് ടോട്ടൽ മൊമെന്റം ആണ് കൺസേർവ്ഡ് ആകുന്നത് അല്ലേ. ദ ടോട്ടൽ എനർജി ആൻഡ് ദ മൊമെന്റം ആർ കൺസേർവ്ഡ് ഡ്യൂറിംഗ് എ ഫോട്ടോൺ ഇലക്ട്രോൺ കൊളീഷൻ. ഒരു ഫോട്ടോൺ ഇലക്ട്രോൺ കൊളീഷനിൽ ടോട്ടൽ എനർജി അതുപോലെ തന്നെ മൊമെന്റം രണ്ടും കൺസേർവ്ഡ് ആണ്. ഓക്കെ, which of the following particle in motion having same kinetic energy is the longest wavelength? Okay, താഴെ തന്നിരിക്കുന്നതിൽ സെയിം കൈനറ്റിക് എനർജി ഉള്ളതാണ് തന്നിരിക്കുന്നത്, പക്ഷെ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇലക്ട്രോണിനാണ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്. ഓക്കെ, ആ ഒരു പാർട്ടിക്കിൾസ് ഇൻ മോഷൻ ആണ്. സെയിം കൈനറ്റിക് എനർജി ഇസ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ഫോർ ആൻ ഇലക്ട്രോൺ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. The de Broglie wavelength of an electron having 15 electron volt of an energy is nearly equal to. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു എനർജി നമുക്ക് ആ ഒരു ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1.7 ആംസ്ട്രോങ് ആണ്. ഓക്കെ, given v നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എനർജി is in 18 electron volt, then the accelerating potential difference is 18 volt because v is equal to w by q ആണ്. അപ്പൊ w എന്ന് പറയുന്നത് 15 electron volt divided by e ആണ്, which is equal to 50 volt ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, and energy is in 18 where w is equal to work done, q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ സോ ലാംഡ is equal to എന്ത് വരും? 12.27 by root 50 ആണ് വരുന്നത് ആംസ്ട്രോങ്. അത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1.7 ആംസ്ട്രോങ് ആണ്. ഓക്കെ, the de Broglie wavelength of a proton and a alpha particles are equal, then their ratios of velocities. Okay, de Broglie wavelength of പ്രോട്ടോണിന്റെയും ആൽഫ പാർട്ടിക്കിളും ഈക്വൽ ആണെങ്കിൽ അവരുടെ വെലോസിറ്റിയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 4:1 ആണ്.
നോക്കൂ, നമുക്ക് ആ ഒരു മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് 4 ടൈം ദ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ് നമുക്ക് അറിയാം അല്ലേ. സോ നമുക്ക് λ1 is equal to h/m1v1, λ2 is equal to h/m2v2 എന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ടിന്റെയും സെയിം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ λ1 is equal to λ2 എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് വരും, m2v2 അല്ലെ, m2v2 is equal to m1v1 വരും. ഇവിടെ റേഷ്യോ എടുത്തു, v1/v2 is equal to m2/m1 ആണ്. നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. സോ m1 is equal to എന്ത് വരും, 4m2 എന്നാണ് വരുന്നത്. സോ അവർ തമ്മിലുള്ള റേഷ്യോ 4:1 ആണ് നമുക്ക്. അപ്പോൾ 4:1 ആണ് അവർ തമ്മിലുള്ള വെലോസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. If an electron and proton have the same de Broglie wavelength, then the kinetic energy of the electron, ഒരു ഇലക്ട്രോണും പ്രോട്ടോണും സെയിം de Broglie wavelength ആണെങ്കിൽ their kinetic energy of electron എന്തായിരിക്കും, it is more than that of proton. പ്രോട്ടോണിനേക്കാൾ kinetic energy കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സെയിം de Broglie wavelength ഉണ്ടെങ്കിലും the kinetic energy of electron എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, പ്രോട്ടോണിനേക്കാൾ കൂടുതലായിരിക്കും. What is the ratio of the de Broglie wavelength proton and an alpha particle if they are accelerated by the same potential difference? Same potential difference they are accelerate ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന de Broglie wavelength ന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് 2√2:1 ആണ് നമുക്ക്. നോക്കൂ, ആൽഫ ലാംഡ ഈസ് ഈക്വൽ ടു h/√2m(a)qa(v) എടുത്തിരിക്കുകയാണ് ആൽഫ പാർട്ടിക്കിൾ ആയതുകൊണ്ട്. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ നമ്മൾ p എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുകയാണ്, h/2m(p)qp(v) എന്ന് വരുന്നത്. ഒരു റേഷ്യോ എടുത്ത് നോക്കൂ, ഈ ഒരു രീതിയിൽ റേഷ്യോ എടുക്കുമ്പോൾ m alpha/mp is equal to 4 ആണ്. അതായത് നമ്മൾ മാസ് എന്ന് പറയുന്നത് 4 ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ആൽഫ അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു ചാർജിന്റെ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1/4 1/2, സോ 1/√2 ആണ് കിട്ടുന്നത്. ഓക്കെ, അവർ തമ്മിലുള്ള റേഷ്യോ √2:1 ആണ് വരുന്നത്. Number of photoelectrons emitted per second is proportional to intensity of the incident radiation. Number of photoelectrons emitted per second, ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന number of photoelectrons എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, intensity of the incident radiation. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. An electron in a TV tube has the speed of 6 × 10⁻⁷ meter per second. What is the de Broglie wavelength associated with the electron? Okay, നമുക്ക് de Broglie wavelength ആണ് ചോദിച്ചിരിക്കുന്നത്, 0.121 ആംസ്ട്രോൺ ആണ്. നോക്കൂ, മാസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.21 × 10⁻⁻10 എന്ന് പറയുന്നതാണ് 1 ആംസ്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, when the kinetic energy of an electron is increased, the wavelength of the associated wave will be എങ്ങനെയായിരിക്കും, it is decreased. kinetic energy increase ചെയ്തിട്ടുണ്ടെങ്കിൽ wavelength എന്ന് പറയുന്നത് decrease ആകും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p, മൊമെന്റത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. 1/v, സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിളിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ദ എനർജി ഓഫ് ദ പാർട്ടിക്കിളിനും സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇവർ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ലാംഡ എന്താകും, ഡിക്രീസ്ഡ് ആകും. ഓക്കെ, വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡിക്രീസിംഗ് ആണ്. ഇഫ് ഇലക്ട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, proton and neutron have the same kinetic energy, then the particle which has shortest wavelength, okay, എല്ലാ ഇലക്ട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ നാല് പേർക്കും സെയിം കൈനറ്റിക് എനർജി ആണ്. അപ്പൊ അവയുടെ ഉണ്ടാവുന്ന ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ഏത് പാർട്ടിക്കിൾ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ഹാസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. എന്തുകൊണ്ടാണ് നോക്കൂ, ഓരോന്നിന്റെയും മാസ് നോക്കാം നമുക്ക്. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.673 × 10⁻⁻27 ആണ്. ഹിയർ മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1.675. ആൽഫ പാർട്ടിക്കിൾ 4 ആണ് വരുന്നത്. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻⁻13 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് ഈ ഒരു കൈനറ്റിക് എനർജിയും വേവ് ലെങ്തും തമ്മിലുള്ള ഒരു ഇക്വേഷൻ എന്താണ്, ലാംഡ ഈസ് ഈക്വൽ ടു h/√2mk, that is 1/√m ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെ. മാസും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഗ്രേറ്റർ മാസ് ഉള്ളതിന് എങ്ങനെയായിരിക്കും, വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വേവ് ലെങ്ത് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/√of മാസ് എന്നാണ് അല്ലെ. അപ്പൊ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കൂടുതലാണ് ഇവിടെ ഉള്ളതിന്. സോ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ലീസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ഏതിനായിരിക്കും, ആൽഫ പാർട്ടിക്കിൾസിനായിരിക്കും. ഓക്കെ, അപ്പൊ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ MCQ മാരത്തോൺ എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.